തൊപ്പിയാണ് വിഷയം. തൊപ്പി പലസ്തീൻ പരാമർശം ഇത് ഭയങ്കര കോൺട്രവേഴ്സിയായി. ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് തൊപ്പി പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെതിരെ. അപ്പം ആദ്യം തന്നെ നമുക്ക് തൊപ്പി എന്താണ് ലൈവിൽ പറഞ്ഞതെന്നുള്ളതാണ് കേൾക്കേണ്ടത്. All are disrespecting Mammu. Sad face emoji. ആര് ഡിസ്റെസ്പെക്ട് ചെയ്യണം? തൊപ്പി പ്ലീസ് ഹെൽപ്പ് പലസ്തീൻ യാചിക്കുന്ന മുഖം പലസ്തീൻ. തൊപ്പി പ്ലീസ് ഹെൽപ്പ് പലസ്തീൻ. പലസ്തീൻ്റെ നമ്മൾ നമ്മൾ എല്ലാം ഇങ്ങനെ അറിയിച്ച് ചെയ്യണമെന്നില്ലല്ലോ. നമ്മളെ അതിന് കണക്കായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാരിൽ പലരും പല പക്ഷത്താണ്. മനസ്സിലായി, ചില ആൾ ഇസ്രായേലിൻ്റെ പക്കത്താണ്, ചില ആൾ പലസ്തീൻ്റെ പക്കത്താണ്. അപ്പോൾ നമ്മൾ പബ്ലിക്കിൽ ഇതൊന്നും സംസാരിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. മനസ്സിലായി, എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള പല ആൾക്കാരും ഫലസ്തീനെ ഇസ്രായേലിനെ സപ്പോർട്ടാണ്. അതൊന്നും വിചാരിച്ചിട്ട് എനിക്ക് അവരെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. മനസ്സിലാവും, അവരെ ഉറപ്പിക്കാനും പറ്റൂല. അപ്പം അതെ, അത് എൻ്റെ ഉള്ളിൽ ഇരുന്നോളൂ. ഞാൻ അതിനുള്ള കാര്യങ്ങൾ എൻ്റെ രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയം പുറത്തല്ല, അകത്താണ്. രാഷ്ട്രീയം ഇവിടെ സംസാരിക്കാൻ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, എനിവേസ് ബ്രോ, ഗെയിം പെട്ടെന്ന് കളിക്കും, നാളെ ക്ലാസ് ഉണ്ട്. അന്ന് ഗെയിമിൽ സൂപ്പർ ചാറ്റ് വന്ന സമയത്ത് തൊപ്പി പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ കുറേ വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസിലൊക്കെ പറയുന്നത് കുട്ടികളെ കൊല്ലുന്ന രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്ത് തൊപ്പി, പലസ്തീനെ സപ്പോർട്ട് ചെയ്യാതെ തൊപ്പി. ഇതിനകത്ത് തൊപ്പി എവിടെയെങ്കിലും തൊപ്പി പലസ്തീൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇസ്രായേലിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഇതിലെവിടെയെങ്കിലും പറഞ്ഞു ഇല്ല. ഞാൻ ചെയ്യുന്നത്, ഞാനത് ആരെയും അറിയിക്കാതെ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. ഒന്ന്, എൻ്റെ അകത്താണ്, പൊളിറ്റിക്സ് അകത്താണ്. ഇവിടെ അത് വേണ്ട, ഇവിടെ വേറെ ഞങ്ങളുടെ ലൈവും കാര്യങ്ങളുമാണ്. ഞാൻ പല പ്രാവശ്യം പല സ്ഥലങ്ങളിലായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഇസ്രായേൽ പലസ്തീൻ വിഷയം വരുന്ന സമയത്ത് ആരെങ്കിലും അയാളുടെ ഒരു നിലപാട് പറയുകയാണ്. ഓക്കെ, ഇപ്പോൾ വിത്ത് പലസ്തീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളും വിഷയങ്ങളൊന്നുമില്ല. കമൻറ്റ് ബോക്സ് വളരെ ക്ലീൻ ആയിരിക്കും. ആ പറഞ്ഞ ആൾക്ക് വലിയ ഹെയ്റ്റോ കാര്യങ്ങളോ ഇല്ല, വലിയ വിഷയങ്ങളൊന്നുമില്ല. വിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ അപ്പോൾ ഈ മറ്റേ അതുകൊണ്ട് വേറെ രീതിക്കാണ് കൊണ്ടുപോകും. മനസ്സിലായോ? ഓൻ ഇസ്രായേലിൻ്റെ ആളാണോ, അങ്ങനെയാണ് ഓന് കുട്ടികളെ കൊല്ലുന്നു അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെയാണോ ഓന്. ഒരു വ്യക്തിക്ക് അയാളുടെ പേഴ്സണലി അയാളുടെ അഭിപ്രായം പറയാൻ, അയാളുടെ സ്റ്റാൻഡ് പറയാനുള്ള അവകാശം നിങ്ങളെപ്പോലെ ബാക്കി എല്ലാവർക്കും ഇല്ല. ഇപ്പം എനിക്ക് എൻ്റെതുണ്ട്, നിങ്ങൾക്ക് നിങ്ങളതുണ്ട്, അങ്ങനെ എല്ലാവർക്കും ഉണ്ട്. ഇവൻ ഇന്നതേ പറയാൻ പാടൂ, ഇവൻ അവർക്കേ സപ്പോർട്ട് ചെയ്യാൻ പാടൂ, ഇത് പറയാൻ പാടില്ലല്ലോ, പറയാൻ പാടില്ല. പിന്നെ നമുക്ക് നമ്മളൊരു അഭിപ്രായം പോലെ നമുക്ക് വെക്കാം, അവനങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയാം, അത്രേ പറയാൻ പറ്റൂ. അല്ലാതെ ഒരുത്തനെ കൊങ്ങയ്ക്ക് പിടിച്ചിട്ട് ചെയ്യണോ പലസ്തീനെ സപ്പോർട്ട്, ചെയ്യണോ ഇസ്രായേലിനെ സപ്പോർട്ട് എന്ന് പറയാൻ പറ്റും. പക്ഷെ ഞാൻ പല സാഹചര്യങ്ങളിലായിട്ട് ഇവിടെ കണ്ടിട്ടുള്ളത് എന്താ അറിയുമോ, പരസ്യമായിട്ട് ഇതേപോലുള്ള ഒരു പൊളിറ്റിക്കൽ വിഷയത്തിൽ ഒരു സ്റ്റാൻഡ് പറയാൻ താല്പര്യമില്ലാത്ത, ഇഷ്ടമില്ലാത്ത ആളുകളെ പിടിച്ചിട്ട്, പ്രത്യേകിച്ച് ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂവിൽ കൊങ്ങയ്ക്ക് പിടിക്കും. പലസ്തീനെ സപ്പോർട്ട് ചെയ്ത് പൊറടാ എന്ന് പറഞ്ഞിട്ട് കൊങ്ങയ്ക്ക് പിടിക്കും. അത് പല ആസ്പെക്റ്റിലാണ്, കൂടുതൽ വരുന്നത് മതപരമായിട്ടുള്ള ആസ്പെക്റ്റിലാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. ഒരു വ്യക്തിക്ക് അയാളുടെ സ്റ്റാൻഡ് പറയണോ വേണ്ടെന്നുള്ള അയാളുടെ താല്പര്യമുണ്ട്, അത് അയാൾക്ക് വിട്ടുകൊടുക്കുക. നിങ്ങളെപ്പോലെ തന്നെയാണ് ആ വ്യക്തി. ഓക്കെ, അയാൾ ചിലപ്പോൾ പറയും, പറയാതിരിക്കും. ഇനി തൊപ്പി ഈ പറഞ്ഞതിലൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് തൊപ്പിക്ക് സൂപ്പർ ചാറ്റ് വരുമ്പോൾ തൊപ്പി വായിക്കും. ഓക്കെ, വായിച്ചിട്ട് അത് ക്ലാരിറ്റിയിൽ തൊപ്പി പറയേണ്ടിയിരുന്നു, ഒരു ക്ലാരിറ്റി കൊടുക്കേണ്ട ഒരു വിഷയത്തിന്. അത് ഭയങ്കര ലൈറ്റായിട്ടാണ് തൊപ്പി എടുത്തത് ആ ഒരു സൂപ്പർ ചാറ്റ്. തൊപ്പി ഇതിനു മുമ്പ് തൊപ്പിയുടെ പഴയ ലൈവ് കണ്ടവർക്കൊക്കെ അറിയാം. ആ ലൈവിനകത്തൊക്കെ ഇങ്ങനത്തെ പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ, ഗാസ വിഷയത്തിലൊക്കെ സംസാരിച്ചതും ഡൊണേഷൻ കൊടുത്തതുമായിട്ടുള്ളൊരു വ്യക്തിയാണെന്നുള്ളത് ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഇവനെ അറിയുന്നത് കൊണ്ടും ഇവൻ്റെ ലൈവ് ഫോളോ ചെയ്യുന്നത് കൊണ്ടും അവൻ്റെ ഫോളോവേഴ്സിലുള്ളവർക്കൊക്കെ അറിയുമായിരിക്കും. ഈ റീസെൻ്റ്ലി തൊപ്പീനെ അറിഞ്ഞും കണ്ടും വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഓഡിറ്റ് കാണില്ല. ഓക്കെ, അങ്ങനെ ഒരു വേർഷൻ ഇതിനകത്തുണ്ട്. അപ്പോൾ തൊപ്പി ക്ലിയർ ചെയ്യേണ്ടിയിരുന്നു. മനസ്സിലായില്ലേ? എൻ്റെ പേഴ്സണലാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു വ്യക്തിയാണ്, എനിക്കിപ്പോൾ അത് ഇവിടെ ഇനി നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഫൈൻ. മനസ്സിലായോ? പക്ഷേ ഇതിൽ തൊപ്പി പറഞ്ഞ വേറൊരു സംഗതി, അതിൻ്റെ മുകളിലാണ് എനിക്ക് തോന്നുന്നത് ഈ എൻറ്റയർ കോണ്ടന്റ് എല്ലാവർക്കും ഭയങ്കര മിസ്ലീഡിങ് ആയിട്ട് പോയത്. അത് തൊപ്പി പറഞ്ഞതുകൊണ്ട് തന്നെയാണത് മിസ്ലീഡിങ് ആയത് എന്നുള്ളതും ഞാൻ പറയും. കാരണം തൊപ്പി പറഞ്ഞത് എൻ്റെ കൂട്ടത്തിൽ, ഓക്കെ, ഇതിലെവിടെയും തൊപ്പിൻ്റെ വ്യൂവേഴ്സിനെ, ഓക്കെ, തൊപ്പിൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ, വ്യൂവേഴ്സിനെ, സോഷ്യൽ മീഡിയയിലുള്ള ആളുകളെ അല്ലെങ്കിൽ ആ ഫോളോവേഴ്സിനെ അല്ല പറഞ്ഞത്. അവൻ്റെ പേഴ്സണൽ ലൈഫിൽ അവനുള്ള ഫ്രണ്ട് സർക്കിളിനകത്തിരിക്കുന്ന കുറച്ച് പേരെ അവന് വെറുപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട്, അതിൽ കുറച്ച് ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഇസ്രായേലിൻ്റെ ഭാഗത്തുമുണ്ട്, അതുകൊണ്ട് കുറച്ച് പേരെ വെറുപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല എന്ന അൺക്ലിയർഡ് വേർഷനാണ് തൊപ്പി വെച്ചത്. ഓക്കെ, ഈ അൺക്ലിയർഡ് വേർഷൻ്റെ മുകളിൽ തന്നെയാണ് ഞാനിപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ട്
തൊപ്പിയോട് പറയുന്നത് നിനക്കൊരു പ്രോപ്പർ സ്റ്റാൻഡ് പറയാം, നീ പറയണം. നീ ഇവർ പറയുന്നതിലും ഒരു 50% ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ കുട്ടികളെ അടക്കം ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. അപ്പം നീ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിന് ക്ലാരിറ്റിയിൽ സംസാരിക്കണം. അപ്പോൾ ജിയോ പൊളിറ്റിക്സ് എടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് വ്യക്തത വേണം അതിനകത്ത് സംസാരിക്കുമ്പോൾ. അത് ഇല്ലാതുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള കോംപ്ലിക്കേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു സംഗതി കൂടിയുണ്ട്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ തൊപ്പി ആൻഡ് തൊപ്പിയുടെ കണ്ടന്റ്, തൊപ്പിയുടെ ഒപ്പമുള്ള ആളുകൾ എല്ലാവരും കൂടിയിട്ട് ലോകത്ത് നടക്കുന്ന എല്ലാ വിഷയങ്ങളും അറിഞ്ഞ് സംസാരിക്കുന്ന ഒരു കോണ്ടന്റ് ആണോ തൊപ്പിയുടെ? എൻ്റെ അറിവിലല്ല. അവർക്ക് ആ ഗെയിമിംഗ് സെറ്റപ്പിലും കുറേ എൻ്റർടൈൻമെൻറ്റ് സെറ്റപ്പിനകത്തും മാത്രം നടക്കുന്ന അവരുടെ യൂണിവേഴ്സിൽ അവരുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം അവയർനെസ് കീപ്പ് ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. മനസ്സിലായോ? ബാക്കിയുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ പോലും അതിൻ്റെ ഒരു ഓഡിറ്റ് എടുത്ത് വെച്ചാൽ പോലും അവരുടെ കണ്ടന്റിന്റെ അകത്തേക്ക് അവർ ഒരിക്കലും എന്ത് കൊണ്ടുവരാറില്ല. അങ്ങനത്തെ പൊളിറ്റിക്കൽ സാധനങ്ങളോ അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന വേറെ ആരെങ്കിലുമൊക്കെ ഡിസ്കോഡിൽ സാധനങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ പലവട്ടം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, തൊപ്പീനേക്കാൾ അറിവ് ബാക്കിലിരിക്കുന്നവർക്കുണ്ട്. മനസ്സിലായില്ലേ? ബാക്കിൽ നിന്ന് ചെക്കന്മാർ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഷമീർ പറഞ്ഞു കൊടുക്കാറുണ്ട്, മുനു പറഞ്ഞു കൊടുക്കാറുണ്ട്, അങ്ങനെ പലരും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇവൻ ആ കുക്കടക്കം ആ ചെക്കനടക്കം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പൊ ഇന്നലെ ഇട്ട ലൈവിനകത്ത് അടക്കം വിജയുടെ കാര്യം തൊപ്പി അറിയുന്നത് ലൈവിലിരിക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് പയ്യന്മാരാണ് പറഞ്ഞോളൂ. സോ അവരുടെ യൂണിവേഴ്സിൽ അവർക്ക് എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ലൈവ് അവരുടെ ഗെയിമിങ് പരിപാടികൾ ആ ലോകത്താണ് അവർ. മനസ്സിലായ? അപ്പൊ അവര് ഇത് അറിഞ്ഞാൽ പോലും ചിലപ്പോൾ അവർ ഇഗ്നോറും സ്കിപ്പും ചെയ്യും. പക്ഷെ ഈ വിഷയത്തിൽ പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ തൊപ്പിയുടെ ഈ ഒരു അൺക്ലിയർ ആയിട്ടുള്ള ഒരു വേർഷൻ ഉണ്ടല്ലോ, അതായത് ഇതിന് സ്റ്റാൻഡ് എടുക്കണോ വേണ്ടെന്നുള്ളതൊക്കെ തൊപ്പിയുടെ ഇഷ്ടമായിരുന്നു. അത് തൊപ്പിയുടെ കോളാണ്. ഞാൻ ആരുടെ ഭാഗത്താണ്, ഞാൻ എന്താണ് എൻ്റെ കോൾ എന്നുള്ളത് തൊപ്പി പറയേണ്ടിയിരുന്നു. അത് തൊപ്പി പറഞ്ഞില്ല. പക്ഷെ ഭയങ്കര അൺക്ലിയർ ആയിട്ടുള്ളൊരു കാര്യം ഇട്ടത് കൊണ്ടും പിന്നെ തൊപ്പി ആയതുകൊണ്ട് തൊപ്പിയെ കിട്ടിക്കഴിഞ്ഞാൽ പറയണം എന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ ജെന്യുവിനായിട്ട് പലസ്തീന് വേണ്ടി കുറേ വർഷങ്ങളായിട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും കൂടി നമുക്ക് പറ്റണം. തൊപ്പിക്കെതിരെ വന്ന വീഡിയോ, അല്ലെങ്കിൽ തൊപ്പിക്ക് എതിരെന്നേ പറയില്ല, തൊപ്പി പറഞ്ഞതിൽ അവർക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് വീഡിയോസ് ഇട്ട ഒരുപാട് പേരുണ്ട്. അവരിൽ തന്നെ തൊപ്പീനെ കിട്ടിക്കഴിഞ്ഞാൽ പൂശാന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടവരും ഉണ്ട്, തൊപ്പിയെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോ ഇട്ടവരും ഉണ്ട്. മനസ്സിലായോ? അത് രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കേണ്ടത് നമ്മളുടെ താല്പര്യമാണ്, നമുക്ക് ഏത് രീതിയിൽ എടുക്കാന്നുള്ളത്. ഇനി തൊപ്പിയുടെ ഇന്നലത്തെ ലൈവിൽ കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഈ വിഷയം ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം തൊപ്പിയിട്ട ലൈവാണ്. അപ്പോൾ ആ ലൈവിനകത്ത് തൊപ്പി പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നോക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ പലസ്തീൻ ഇസ്രായേൽ നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു സ്കീമല്ല സോഷ്യൽ മീഡിയയിൽ. ഇപ്പോൾ റിയൽ ലൈഫിൽ നിങ്ങൾ ഇറങ്ങി നിങ്ങൾ ജോലി ചെയ്യുമ്പോഴോ നിങ്ങൾ ഡെയിലി ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ആളുകളോ പോകുന്ന സ്ഥലങ്ങളിലോ ചിലപ്പോൾ ഇതൊരു ഒരു ഹോട്ട് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഡിസ്കഷനിലുള്ളൊരു കോണ്ടന്റ് ആയിരിക്കണം എന്നില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി ഭയങ്കര വലുതാണ്. അതിപ്പോൾ റീസെൻ്റ്ലി അർജൻറ്റീന മെസ്സി അടക്കം നമുക്കറിയാം ആ വിഷയത്തിലൊക്കെ എന്താ ഉണ്ടായെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതൊക്കെ വേറെ സംഗതിയാണ്. ഇവിടെ മെസ്സിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, അർജൻറ്റീനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ വരെ അർജൻറ്റീനൻ ഗവൺമെൻറ് ഈ പലസ്തീൻ വിഷയത്തിൽ അവർ ഓപ്പോസിറ്റ് വോട്ട് ചെയ്ത 10 രാജ്യങ്ങളിൽ ഒരു രാജ്യമായതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഇവിടെയുള്ള ആളുകൾ തന്നെ മെസ്സിയെ കാണുന്നതും അർജൻറ്റീനയെ കാണുന്നതിനേക്കാൾ വലുതാണ് പലസ്തീന് വേണ്ടിയുള്ള പോരാട്ടം എന്ന് പറഞ്ഞിട്ട് അവരൊരു ലിറ്ററലി ആ കൈൻഡ് ഓഫ് സോഷ്യൽ മീഡിയ ബോയ്ക്കോട്ടിങ് വരെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം അത്രയും ഗ്രാവിറ്റിയിൽ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു കാര്യത്തിന് കുറച്ച് ക്ലിയർ ആയിട്ടുള്ളൊരു അഭിപ്രായം കൊടുക്കാമായിരുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി തൊപ്പി ഇന്ന് അതിന് എക്സ്പ്ലനേഷൻ പറഞ്ഞതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നലെ പറഞ്ഞാൽ നമ്മൾ ഇന്നാണ് ഡിസ്കസ് ചെയ്യുന്നത് ലൈവിൽ. നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ലേ? നിങ്ങൾ കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? നിങ്ങൾ ഏത് ലോകത്താണപ്പോൾ? ഇത് തൊപ്പി ബാക്കിയുള്ളവരോട് ഏത് ലോകത്താന്ന് ചോദിക്കുമ്പോൾ തൊപ്പി ഏത് ലോകത്താന്നുള്ളത് ബാക്കിയുള്ളവർ തിരിച്ചു ചോദിക്കും. മനസ്സിലായോ? തൊപ്പി ചോദിക്കുന്നത് തൊപ്പിയുടെ ഫോളോവേഴ്സിനോടാണ്. അതും തന്നെ തൊപ്പി ഒരു കാര്യം മനസ്സിലാക്കണം, തൊപ്പിയുടെ ഫോളോവേഴ്സിന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയേണ്ടാന്നുള്ളൊരു ഫാൻ ബേസാണ് തോന്നുന്നു. മനസ്സിലായോ? ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഇങ്ങനത്തെ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കലി നടക്കുന്ന അല്ലെങ്കിൽ ലോകരാജ്യത്ത് നടക്കുന്ന ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് അറിയണം താല്പര്യപ്പെട്ടിട്ടല്ല തൊപ്പിയെ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് തൊപ്പി ആദ്യം മനസ്സിലാക്കുക. തൊപ്പിയുടെ മറ്റേ കോണ്ടന്റുകൾക്ക് വേണ്ടിയിട്ടാണ് അവർ ബേസിക്കലി എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറിനെ വെച്ച് മാത്രമാണ് തൊപ്പിയെ അവർ ഫോളോ ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ വിഷയത്തിൽ തൊപ്പിക്ക് ഒരു ക്രിറ്റിസിസം അല്ലെങ്കിൽ എയർപോക്കുള്ളപ്പോൾ അത് അവരെ ഓഡിറ്റിൽ വരുന്നില്ല, ഓഡിയൻസ് അത് എടുക്കുന്നില്ല തൊപ്പിയുടെ. അതുകൊണ്ടാണ് തൊപ്പി ചോദിക്കുന്നത്, നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഏറെ പോയത് കണ്ടില്ലേ ലൈവിൽ? നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ലേ? നിങ്ങൾ കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? നിങ്ങൾ ഏത് ലോകത്താണപ്പോൾ?
മിനിമം ഒരു 10 ആൾക്കാർ വീഡിയോ ഇട്ട് മീൻസ് എല്ലാം എന്നെ ഹേറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്നെ പോകണം അതും ആട്ടവർ. പക്ഷെ എല്ലാ ആൾക്കാരും എനിക്കെതിരെ വീഡിയോ ഇട്ട എല്ലാവർക്കും 1 മില്യൺ 2 മില്യൺ ആണല്ലോ. എന്നിട്ട് അങ്ങനെ നിങ്ങളിത് കാണാണ്ടെന്നും. അപ്പോൾ ഇത് അറിയാത്ത ആൾക്കാരും ഉണ്ട്. അതായത് ഇതിൽ ഹെയ്റ്റർ, വ്യൂവർഷിപ്പ് കൗണ്ട്, ഓക്കെ തൊപ്പിയുടെ ആസ്പെക്ട് നോക്കുന്ന സമയത്ത് ഓക്കെ അതൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊപ്പിയുടെ വ്യൂവർഷിപ്പിന് ഈ സാധനങ്ങൾ അറിയണ്ട, കാണണ്ട, ഞങ്ങൾക്ക് കേൾക്കണ്ട, മനസ്സിലായോ? ഇതൊക്കെ കുറച്ച് ഗ്രാവിറ്റി കൂടിയ കാര്യങ്ങളാണ്. അവിടെയാണ് ചില ആളുകൾ പറയുമ്പോൾ തൊപ്പി മക്കളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, തൊപ്പി ബാക്കി കുട്ടികളെ ഇവരിലേക്ക് ഒരു ഇൻഫോർമേറ്റീവ് സാധനം തൊപ്പി കൊടുത്താൽ പോലും ഇവന്മാർ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയല്ല. ഓക്കെ, ഞാൻ ഈ വെറും കുട്ടികൾ എന്ന് ഞാൻ പറയില്ല കേട്ടോ. തൊപ്പിയുടെ ഒരു മാസ് ഓഡിയൻസ് ഇപ്പം എനിക്ക് തോന്നുന്നത് ഭയങ്കരമായിട്ട് എബ്രോഡുള്ള കുറേ ആളുകൾ, ഫാമിലീസ്, ഓക്കെ ഫണ്ണായിട്ട് കാണാൻ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അവരൊക്കെ ഭയങ്കരമായിട്ട് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ തൊപ്പി ഫാക്ടറിന് അവർക്ക് വേണ്ടത് എൻ്റർടൈൻമെൻറ്റ് മാത്രമായതുകൊണ്ട് അപ്പോൾ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കോണ്ടന്റിലോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു ജിയോ പൊളിറ്റിക്കൽ സംഗതി പറഞ്ഞ് എയർ പോകുന്നോ ഒന്നും അവർ ഓഡിറ്റിലില്ല. കാണണ്ട, കേൾക്കണ്ട, ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാന്ന് പറയുന്നത്. കഴിഞ്ഞ ലൈവിൽ ഒരാൾ വന്നിട്ട് എന്നോട് പലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂവിനെ കുറിച്ച് ചോദിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് എനിക്കുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഫ്രണ്ട്സ് എനിക്കുണ്ട്, ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ വെച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഇന്നുമായിട്ട് ഹെയ്റ്റേഴ്സാണ് കൂടുതലും. ഹെയ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇത് വെച്ച് മാർക്കറ്റ് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കി ഫോളോവേഴ്സ് കൂട്ടാൻ നോക്കുന്ന ആൾക്കാരല്ലാണ്ട് പ്രോപ്പറായിട്ട് ഒരു വീഡിയോ ഇട്ട ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചാൽ ഞാൻ റിയാക്ട് ചെയ്യാം. അല്ലാണ്ട് എൻ്റെ ഹെയ്റ്റേഴ്സിൻ്റെ വീഡിയോ ഞാൻ ഇതാക്കണോ? കാരണം ഇത്രയും കാലം ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഇവർ. എല്ലാവരും ഹെയ്റ്റേഴ്സ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ചില ആളുകൾ നമ്മളെ റെക്ടിഫൈ ചെയ്യാനും ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ടും വീഡിയോ ഇടും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതിലെ മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലായ്മ ചൂണ്ടിക്കാണിച്ചിട്ടൊക്കെ വീഡിയോ ഇടും. അത് തൊപ്പി ആ സെൻസിൽ എടുക്കണം എന്ന് എനിക്കില്ല. ഓക്കെ, തൊപ്പിയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ കുറേ പേരിരുന്ന് വീഡിയോ ചെയ്യുമ്പോൾ മേ ബി തോന്നാം, മനസ്സിലായോ? അങ്ങനെയാണല്ലോ തൊപ്പി ഒരു മാസത്തിലൊരു വട്ടെങ്കിലും എയർ പോവുക എന്നുള്ളത് തൊപ്പിയുടെ ഒരു സ്ഥിരം പാറ്റേൺ ആണ്. ആ എയർ പോയതെടുത്തിട്ട് കണ്ടന്റ് ആക്കി അതിൽ നിന്ന് റീച്ച്, അതാണ് ഒരു ബേസിക് പാറ്റേൺ. അതൊരു മോശമായിട്ടുള്ള കാര്യമല്ല, നമ്മളൊക്കെ ചെയ്യുന്ന പരിപാടി അതിനിടയിൽ. ബട്ട് സ്റ്റിൽ എല്ലാവരും ഹേറ്റേഴ്സ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്താ പറയുക, നമ്മളെ മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്യാൻ ശേഷം പാടല്ലേ നമുക്ക്. ഓക്കെ, ഞാൻ എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞു. കുറേ ആൾക്കാർ എന്നെ നിലപാടില്ലാത്തവൻ എന്ന് പറഞ്ഞിട്ടാണ് വിമർശിക്കുന്നത്. ഓക്കെ, നിലപാട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതായത് ഇവന്മാരെല്ലാം പുതിയതായിട്ട് ലൈവ് കാണാൻ തുടങ്ങിയ ആൾക്കാരാണ്. അതായത് ഈ കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ 2 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ പോട്ടെ ഒരു 6 മാസം മുന്നേ അതായത് തൊപ്പി മാറി നിഹാദായി എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇവന്മാരുടെ ലൈവ് കാണാൻ തുടങ്ങിയത്. ഓക്കെ, ഇതിന് മുന്നേ ഉള്ള ഞാൻ 3 വർഷമായി സ്ട്രീം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിന് മുന്നേ ഉള്ള ആൾക്കാർക്ക് അറിയാം. ഇത് മുന്നേ അല്ല, ഇതിന് ശേഷവും ഇതിന് മുന്നേ ആയിട്ടും പല പ്രാവശ്യം ഫലസ്തീനെ കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ലേ, പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പല ലൈവും നമ്മൾ ഫലസ്തീനെ ലൈവായിട്ട് തന്നിട്ട് അത്രയും സപ്പോർട്ട് ചെയ്ത് അത്രയും ഡൊണേറ്റ് ചെയ്ത് അത്രയും പലസ്തീന് വേണ്ടിയിട്ട് നിന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, ഒരാളാണ് ഞാൻ. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം എൻ്റെ വായിൽ നിന്ന് വന്നപ്പോഴേക്ക് ഇങ്ങനെ കടിച്ചു കയറാൻ കാത്തിരിക്കുന്ന ചെന്നായിക്കളെ പോലെ കുറേ എണ്ണോട് ഫോളോവേഴ്സ് കൂട്ടാനെന്ന് ഞാൻ ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്ന ആൾക്കാർ ഇത്രയും കാലമായിട്ട് ഈ 3 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്ട്രീമിൻ്റെ ഇടയ്ക്ക് അത്ര പ്രാവശ്യം ഞാൻ പോൾ ഇട്ടിട്ടുണ്ടോ? ഇസ്രായേൽ വേഴ്സസ് പലസ്തീൻ പോൾ ഞാൻ അത്ര പ്രാവശ്യം ഇട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ അത്ര പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ടാവും. ഒരു 100 വട്ടം ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോഴെല്ലാം ഒരു 99% ആൾക്കാരും പലസ്തീന് സപ്പോർട്ടും 1% ആൾക്കാർ ഇസ്രായേൽ സപ്പോർട്ടാണ്. ഈ 1% ആൾക്കാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്തിനാ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുക? അല്ല, ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ 1% ആൾക്കാരെ ഞാൻ എന്തിനു സപ്പോർട്ട് ചെയ്യണം? നിങ്ങളെന്താ പറയുന്നത്? എടാ ഞാനൊരു മുസ്ലിമാണ്. ഓക്കെ ബ്രോ, മുസ്ലിം. നിങ്ങളത് മറന്നു പോകുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഓക്കെ, ഇതിലിപ്പോൾ തൊപ്പി പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് പേഴ്സണലി യോജിക്കാൻ പറ്റും. എൻ്റെ പേഴ്സണൽ കോളാണ്. ഐ എം എ മുസ്ലിം, അതുകൊണ്ട് ഞാൻ എങ്ങനെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? ഐ എം എ മുസ്ലിം, ഞാൻ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യും. എന്താണ് മുസ്ലിം ആയെന്താ, ഹിന്ദു ആണെങ്കിൽ എന്താ, ക്രിസ്ത്യൻ ആയാലും എന്താ? ഒരു സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ മതം നോക്കിയിട്ട് ചെയ്യേണ്ട പരിപാടിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഓക്കെ, ഇപ്പം ഈ വിഷയത്തിലാണെങ്കിൽ തന്നെ ഞാൻ ഇനി എൻ്റെ പേഴ്സണൽ കോൾ എല്ലാവരും ചോദിക്കുമല്ലോ, ഇസ്രായേൽ പലസ്തീനോട് ചെയ്യുന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്നുള്ളതും
അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവിടെ നടക്കുന്ന നരഹത്യം ബാക്കി കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നു, ഭയങ്കരമായിട്ട് എതിർക്കുന്ന ഒരു വ്യക്തിയായി. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, തെണ്ടിത്തരമാണ് ഇസ്രായേൽ ചെയ്യുന്നത്. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു കോൾ എന്താ? ഓക്കെ, പലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യത്തിനെ ഇന്ത്യ കുറേ വർഷങ്ങളായിട്ട് അവരെ ബാക്ക് ചെയ്യുന്നുണ്ട്, അവരെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, അവരൊരു സ്വതന്ത്ര രാജ്യമാണ് ഒക്കെ. ഇന്ത്യ ഓക്കെയാണ്. ഈവൻ ഈ അടുത്തുണ്ടായ വോട്ടിങ്ങിലടക്കം 10 രാജ്യത്തിൽ ഇന്ത്യ ഇല്ല. ഫൈൻ. അപ്പോൾ അത് ഇന്ത്യയുടെ കോള് വരുന്നത് ഇൻ്റലിജൻസ് ആൻഡ് നമ്മുടെ ബാക്കി മെഷീനറീസ്, ബാക്കി വാർ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളുടെ പരിപാടികളൊക്കെ നോക്കുമ്പോൾ നമ്മളെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആ കൺട്രിയുടെ ഒപ്പം നടക്കുന്നതായതുകൊണ്ട് ഈ അടുത്ത കാലങ്ങളിൽ ഇന്ത്യ ഇസ്രായേൽ ബന്ധം ഭയങ്കരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇന്ത്യ ആണെങ്കിൽ പോലും പലസ്തീൻ്റെ വിഷയം വരുന്ന സമയത്ത് മാക്സിമം ഇസ്രായേൽ ചെയ്യുന്ന കാര്യങ്ങളിൽ എതിർപ്പ് മാത്രമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്, അല്ലേ? ആൻഡ് ഓൺ ദ അതർ ഹാൻഡ് ഈ ഇസ്രായേൽ ഈ നമ്മുടെ രാജ്യത്തിലേക്ക് വേറൊരു ശക്തി, ഈവൻ പാകിസ്ഥാനായിട്ടുള്ളൊരു വാർ വിഷയം വരുമ്പോൾ പോലും നമ്മളുടെ ഭാഗം എന്ന് പറഞ്ഞ് വരുന്നത് ഇസ്രായേലും റഷ്യയും അങ്ങനത്തെ രാജ്യങ്ങളാണ്. നമ്മളെ മിലിറ്ററി ആൻഡ് ഇൻ്റലിജൻസിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഇസ്രായേൽ കൂടി ഇടപെട്ട് നമ്മൾ ഇസ്രായേലും കൂടി ഒന്നിച്ചിട്ടാണ് പല കാര്യങ്ങളും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. സോ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുന്ന സമയത്ത് ആ ഒരു രാജ്യം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രാജ്യവും, അത് വിചാരിച്ചിട്ട് നമ്മൾ പലസ്തീനെ പോയി ഇസ്രായേൽ ആക്രമിച്ച് പലസ്തീനിലുള്ള ആളുകളെ ഇങ്ങനെ കൂട്ടക്കൊല നടത്തി ഒരു ജനസൈഡ് നടത്തുമ്പോൾ അവിടെ പോയി കൈയെടുത്ത് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. അതിൻ്റെ ഒരു ആവശ്യവും നമുക്കില്ല. അപ്പം നമ്മുടെ സ്റ്റാൻഡ് അങ്ങനെ ആയിരിക്കണം. ഒരു സൈഡിൽ ഒരു രാജ്യം നമുക്ക് ഇത്രത്തോളം നമ്മളുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ പോലും ആ രാജ്യം വേറൊരു രാജ്യത്തിനോടും ആ രാജ്യത്തെ ജനതയോടും ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? തെറ്റാണ്, ശരിയല്ല എന്നുള്ള സ്റ്റാൻഡ് കൂടി എടുക്കാൻ പറ്റണം. അത് ആസ് എ പേഴ്സണൽ, ആസ് എ ഇൻഡിവിജ്വൽ, ആസ് എ പേഴ്സൺ, ആസ് എ ഹ്യൂമൻ ബീങ് അങ്ങനെ എടുക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിലായില്ല? ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള നിലയ്ക്ക് എടുക്കേണ്ട കാര്യമാണ്. ഒരു മനുഷ്യത്വം എന്നുള്ള നിലയ്ക്ക് എടുക്കേണ്ട കാര്യമാണ്. അതിനകത്തൊന്നും ഞാനിവിടെ മോസ്റ്റ് മെജോറിറ്റി എന്താ കാണുന്നത്, ഇത് പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് വൻ രീതിയിലുള്ള നെഗറ്റീവ് വരാം. പക്ഷേ ഞാൻ പറയുകയാണ്, മുസ്ലിം ആയതുകൊണ്ട് പലസ്തീനെ സപ്പോർട്ട് ചെയ്യണം. ഈ പലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂ എന്തായാലും അറിയുന്നുണ്ടാവില്ല. മുസ്ലിമാണോ പലസ്തീൻ? എന്ത് മുസ്ലിം ആയാൽ മാത്രമാണോ പലസ്തീനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക? ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും ഒന്നും ഈ പറഞ്ഞ പലസ്തീനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലേ? അങ്ങനെ കുറേ അന്തം വിട്ട തോട്ട്സ് കുറേ ആളുകളുടെ മൈൻഡിലുണ്ട്. കുറേ ആളുകൾക്കൊന്നും ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. എന്താണ് ഇസ്രായേൽ പലസ്തീൻ നടക്കുന്ന സംഭവം എന്നോ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നോ, എന്തുകൊണ്ട് അതിനൊരു റെസൊല്യൂഷൻ വരുന്നില്ല, ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. ഓക്കെ, ഫീൽഡിൽ കുറേ ഇങ്ങനെ ആൾക്കാർ വരും, അതിൽ തന്നെ കുറേ ഉസ്താദ്മാരും ബാക്കിയുള്ള ടീമും സംസാരിക്കുന്നത് കാണും. ഐ എം മുസ്ലിം, ഐ സപ്പോർട്ട് പലസ്തീൻ, ഇത് മാത്രമായിരിക്കും. അങ്ങനെയല്ല, ഞാനൊരു ഹ്യൂമൻ ബീങ്ങാണ്, ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് മനുഷ്യത്വം എന്ന് പറഞ്ഞ കാര്യമുണ്ട്. കണ്ണിൻ്റെ മുന്നിൽ നമ്മുടെ നാട്ടിലും നാളെ ഇതേപോലെ എല്ലാവരും മരിച്ചു വീഴുന്നൊരു സിറ്റുവേഷൻ, ഒരു രാജ്യം നമ്മളെ മൊത്തത്തിൽ ഇല്ലാതാക്കാൻ പോകുന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഹെൽപ്ലെസ് ആയി നിന്നിട്ട് പോലും നമ്മൾ അവർ തകർക്കാൻ വരിക എന്നുണ്ടെങ്കിൽ അവരോട് തോന്നുന്ന, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ തന്നെ വരേണ്ട ഒരു കാര്യമാണത്. ഒരു ഹ്യൂമാനിറ്റി നമുക്ക് വരണ്ടേ. അല്ലാതെ അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഐ എം എ മുസ്ലിം, ഐ സപ്പോർട്ട് പലസ്തീൻ, ഈ സ്കീമിനോടൊന്നും എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. അങ്ങനത്തെ കാര്യങ്ങൾ പറയാതിരിക്കുക എന്നതാണ് തൊപ്പിയാണെങ്കിലും ചെയ്യേണ്ട പരിപാടി. പിന്നെ ഈ തൊപ്പിയെ വിമർശിച്ച് അല്ലെങ്കിൽ തൊപ്പിയുടെ വിമർശനം വന്ന സമയത്ത് തൊപ്പി പറഞ്ഞ ഒരു കാര്യം ഞാൻ സമ്മതിച്ചു. തൊപ്പിക്ക് വ്യൂവേഴ്സിനെ നോക്കിയിട്ടും റീച്ച് നോക്കിയിട്ടും ഫോളോവേഴ്സ് കൗണ്ട് നോക്കിയിട്ടൊക്കെയാണ് വീഡിയോ ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു അൺസർട്ടൈൻ സ്റ്റാൻഡ് ആരും പറയില്ല. തൊപ്പി പറയില്ലായിരുന്നു. കാരണം തൊപ്പിക്ക് പറയാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവർക്കും അറിയാം, ഇഫ് യു സപ്പോർട്ട് പലസ്തീൻ യു വിൽ ഗെറ്റ് മാസീവ് വ്യൂവർഷിപ്പ്, യു വിൽ ഗെറ്റ് മാസീവ് ഫോളോവേഴ്സ്. ഇതൊരു ഫാക്റ്റാണ്, സോഷ്യൽ മീഡിയ ഫാക്റ്റാണത്. ആർക്കും ഡിനൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊരു പലസ്തീൻ സപ്പോർട്ടറായിട്ട്, നിങ്ങളൊരു പലസ്തീൻ സപ്പോർട്ടർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു ഫോട്ടോ വീഡിയോ നിങ്ങൾ ഇട്ട് നോക്ക്, യു വിൽ ഗെറ്റ് മാസീവ് സപ്പോർട്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത ഒരാളും അല്ല തൊപ്പി. അപ്പോൾ അത് കൂടുതലായിട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്യാനല്ലേ തൊപ്പി നോക്കൂ. അല്ലാതെ അതിനെതിരെ പറഞ്ഞ് മാസമായി ഇസ്രായേൽ സപ്പോർട്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ആര് പോയിട്ട് തൊപ്പിയെ ഫോളോ ചെയ്തിട്ട് മറ്റേ റീച്ച് കൂട്ടി കൊടുക്കും? ഇല്ല, അങ്ങനത്തെ പരിപാടി ഇല്ല. ഇനി പലസ്തീൻ സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ പലസ്തീൻ സപ്പോർട്ട് എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന എല്ലാവരും ജെന്യുവിനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് അതും തോന്നുന്നില്ല. ഓരോ വേഷം കെട്ടി റീച്ചിന് വേണ്ടി പലസ്തീൻ സപ്പോർട്ട് പറഞ്ഞ് ഇറങ്ങുന്ന ആൾക്കാരും ഇല്ലേ? തൊപ്പിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു. തൊപ്പി ഞാൻ പറഞ്ഞല്ലോ, ഒരു പൊളിറ്റിക്കൽ ഇത്രയും എന്താ പറയുക സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയത്തിനകത്ത് കയറിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ സമയത്ത് അൺക്ലിയർ സ്റ്റേറ്റ്മെൻറ്റ്, ക്ലാരിറ്റി ഇല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് വിഷയം. അല്ലാതെ ഇത് ഫോളോവേഴ്സിനെ കൂട്ടാനോ അല്ലെങ്കിൽ മറ്റേ റീച്ച് കൂട്ടാനോ വേണ്ടിയിട്ടാണെങ്കിൽ തൊപ്പിക്ക് ഒറ്റയടിക്ക് ആ ചോദിച്ച ചോദ്യം വന്നപ്പോൾ ഐ സപ്പോർട്ട് പലസ്തീൻ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ മതിയായിരുന്നു. അപ്പോൾ അവിടെയാണ് ഇതിൽ വേറെ എന്തോ ഒരു വിഷയം തൊപ്പിക്ക് ഉണ്ട് എന്നുള്ളത് തൊപ്പി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ കുറച്ച് ആൾക്കാരല്ല കുറച്ച് ആൾക്കാർ ഒരു ഗ്യാങ്ങാണ്. ഓക്കെ, അതിൽ ഒരാൾ എനിക്ക് അത്രയും ഇഷ്ടമുള്ള ഒരാൾ, എനിക്ക് അത്രയും ഞാനൊരു കമ്പനിയായി, ഇപ്പോൾ ഷമീറിനെല്ലാം പോലെ ഞാൻ അത്രയും കമ്പനിയായ ഒരാൾ, ഇയാൾ ഇസ്രായേലിൻ്റെ സപ്പോർട്ടറാണെന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ ഇയാളെ ഫ്രണ്ടായത്. ഓക്കെ, ഇത് എനിക്ക് ഏറ്റവും വലിയ എൻ്റെ മൈൻഡിലുള്ള ഏറ്റവും വലിയൊരു കൺഫ്യൂഷനാണ്. ഞാൻ ഇതെന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറ. ഓക്കെ, ഈ അടുത്തായിട്ട് ഞാൻ പരിചയപ്പെട്ട ഒരാൾ, ഓക്കെ, അത്രയും എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇയാളെ ഞാൻ എന്ത് ചെയ്യണം? അതായത് ഇയാളെ തെറി വിളിച്ച് ഒഴിവാക്കാൻ പറ്റും. പെട്ടെന്ന് ഒരു ദിവസം ഞാൻ വിളിച്ച് മോടാ എനിക്ക് നിന്നെ ഇതാക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് തെറി വിളിച്ച് ഞാൻ ഒഴിവാക്കണോ? അതോ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഇയാളെ തെറി വിളിച്ച് ഇപ്പം ഈ സ്പോട്ടിൽ ഞാൻ ഒഴിവാക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അയാളെ പറഞ്ഞ് മനസ്സിലാക്കണം. അതായത് പലസ്തീൻ്റെ അവസ്ഥ ഇതാണ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ടുള്ള ലെവലിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് അവിടെ വെക്കണം, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് മൊത്തമായിട്ട് കട്ട് ചെയ്ത് വിടണം. അല്ല, ഒന്നെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്നിനും ട്രൈ ചെയ്യാണ്ട് ഒന്നിനും നിൽക്കാണ്ട് സ്കിപ്പ് ചെയ്യണം. തൊപ്പി പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് തൊപ്പിയുടെ ഏതോ ഒരു അടുത്ത കൂട്ടുകാരൻ കൊടൂര ഇസ്രായേൽ സപ്പോർട്ടറുണ്ട്, അവനെ പേടിച്ചിട്ടാണ്, അവൻ്റെ ബന്ധം പോവും, അവനുള്ള ഫ്രണ്ട്ഷിപ്പ് പോകും പേടിച്ചിട്ടാണ് തൊപ്പി ഒരു സ്റ്റാൻഡ് ക്ലിയർ ആക്കി പറയാത്തത് ഇങ്ങനെ പുറത്ത് പബ്ലിക്കിൽ എന്നാണ് തൊപ്പി പറയുന്നത്. ഇപ്പം പറഞ്ഞാൽ പോലും അത് പോകുമെന്നുള്ളൊരു പേടി തൊപ്പിക്കകത്തുണ്ട്. ഞാൻ പറയട്ടെ, വാട്ട് ഈസ് ഫ്രണ്ട്ഷിപ്പ്? എന്താണ് ഫ്രണ്ട്ഷിപ്പ്? ഞാൻ ഒരാളോട് ഫ്രണ്ടായി കഴിഞ്ഞാൽ ഞാൻ ആ വ്യക്തിയോട് ആണ് കമ്മിറ്റ്മെൻറ്റ്. അയാളെടുക്കുന്ന പല നിലപാടിനോടും ചിലപ്പോൾ എനിക്ക് എതിർപ്പ് കാണും. പക്ഷെ ഞങ്ങൾ തമ്മിൽ, 2 വ്യക്തികൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഞാൻ എൻ്റെ നിലപാട് പറഞ്ഞതുകൊണ്ട് അത് അയാളുടെ നിലപാടല്ല എന്ന് വിചാരിച്ചിട്ട് ആ ഫ്രണ്ട് എന്നെ ഇട്ടിട്ട് പോയാൽ അത് ഫ്രണ്ട്ഷിപ്പായിട്ട് എങ്ങനെ കൂട്ടാൻ പറ്റും? അത് ത്രെട്ടനിങ് അല്ലേ? അതിലെവിടെ ഫ്രണ്ട്ഷിപ്പ് കിടക്കുന്നത്? അവിടെയാണ് എനിക്ക് അത് തൊപ്പി പറയേണ്ടത്. ആ ലൈവിലാണ് പറഞ്ഞു പോയി. ഇതിപ്പോൾ ഒരു ഫ്രണ്ടിനെ വെച്ച് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു സ്ക്രിപ്റ്റാണോ എന്ന് തോന്നുന്നു. തൊപ്പിയുടെ പല കാര്യങ്ങളും സ്ക്രിപ്റ്റ് കയറി വരാറുണ്ട്. ഇതൊരു സ്ക്രിപ്റ്റാണോ എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ. കാരണം ഏതോ ഒരു ആരോ കാണാതെ, നമ്മളെ ഈ ഫ്രണ്ടിനെ നമുക്ക് അറിയില്ല തൊപ്പിയുടെ ഏതാ ഫ്രണ്ട് ഒന്നും എടുത്തല്ല. അങ്ങനെ ഒരു ഫ്രണ്ട് തൊപ്പി അങ്ങനെ ഒരു ഫ്രണ്ടിന് വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്രണ്ടിനെ പേടിച്ച് നിലപാട് പറയാതിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തൊപ്പീനെ എനിക്ക് തോന്നിയിട്ടില്ല എന്നേ വരെ. അവനവന് പറയാനുള്ള നിലപാട് അവൻ പറയാറുണ്ട്, പറയേണ്ട കാര്യങ്ങൾ മുഖത്തടിച്ച് പറയാറുണ്ട്. അങ്ങനത്തെ ഒരുത്തൻ തന്നെയാണ് തൊപ്പി എന്ന് പറയുന്നത്. അതാണ് അവൻ. നിഹാദാണെങ്കിലും തൊപ്പിയാണെങ്കിലും അത് പറയുന്ന ഒരാളായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. മനസ്സിലായോ? ഇതിപ്പോൾ ആ ഇഷ്യൂ വന്നതുകൊണ്ട് ഒരു ഫ്രണ്ട്, ആ ഫ്രണ്ട് ഭയങ്കര കൊടൂരനായ ഒരു വില്ലനാണ്. ആ വില്ലനായ ഫ്രണ്ട് ഞാനിങ്ങനെ നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് പോകും, ചിലപ്പോൾ എന്നെ ഭയങ്കര മോശമായി ബാധിക്കും എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ വിചാരിക്കും. അങ്ങനെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഐ ഡോണ്ട് തിങ്ക് സോ. നോ, എനിക്കത് തോന്നുന്നില്ല. ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞ ലൈവിൽ ഇങ്ങനെ പെട്ടെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആയി. അതെൻ്റെ തെറ്റാണ്. ഓക്കെ, ഐ എം റിയലി സോറി. ആ കാര്യത്തിൽ ഞാൻ ശരിക്കും സോറി. ഞാൻ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ പുള്ളീൻ്റെ ഒരിത് വന്ന് മനസ്സിലായോ, പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയി. ഇതിപ്പോൾ ഒന്നാമത്തെ കാര്യം, ഞാൻ മറ്റേ ലൊട്ടകളെ പോലെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ച് എഴുതി വെച്ച് സ്ക്രിപ്റ്റ് എഴുതി പഠിച്ച് 10 ടേക്ക് എടുത്ത് കുറേ ട്രൈ ചെയ്തിട്ട് വീഡിയോ വന്ന് ചെയ്യുന്നതല്ല. ഞാൻ ലൈവിലാണ് കാര്യങ്ങൾ പറയുന്നത്. സ്പോട്ടിൽ ഇപ്പോൾ ഒരു സൂപ്പർ ചാറ്റ് ഇവിടുന്ന് വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അത് കാണാം. അതിന് പെട്ടെന്ന് സ്പോട്ടിൽ എനിക്ക് ഉത്തരം പറയണം. ഓക്കെ, പെട്ടെന്ന് അത് കേട്ടപ്പോൾ, പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയി. മനസ്സിലാവും? പെട്ടെന്ന് എനിക്കൊരു സത്യം പറഞ്ഞാൽ ഞാൻ പേടിയുണ്ടായി. ഞാൻ പേടിച്ചു. ശരിയാണ്, ഞാൻ പേടിച്ചു. ഓക്കെ, പെട്ടെന്ന് അത് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു. ഈ പുള്ളീനെ വെറുപ്പിച്ച എനിക്ക് ഡേഞ്ചറാണെന്നല്ലോ. മീൻസ് എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വലിയ പേടിക്കാനില്ല. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ റിയൽ ലൈഫിൽ ആൾക്കാരായിട്ട് കണക്റ്റഡ് ആണ്. അതും പവർഫുൾ പീപ്പിളായിട്ട് ഞാൻ കണക്റ്റഡ്. ഇവന്മാരെന്നല്ല, അതിൽ ഒരാളെ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ പുള്ളീനെ വെറുപ്പിച്ച് എനിക്കെന്തെങ്കിലും ഇതായി പോകുന്നുള്ള പേടി എനിക്കവിടെ വന്നു. അല്ലാണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സിൽ ഒരിക്കലും എനിക്ക് എന്തൊക്കെയാ പറയുന്നത്. ഒരാളെ വെറുപ്പിച്ച പേടി തോന്നുന്നു. ആ നമ്മളെ ഫ്രണ്ടിനെ പേടിക്കുമോ? പവർഫുൾ പീപ്പിളുമായിട്ടാണ് കളക്ഷൻ. ഞാൻ എപ്പോഴും ലൈവിലിരിക്കുന്ന ഒരാളല്ല. എല്ലാവരും അങ്ങനെ തന്നെ. ഈ വീഡിയോ ചെയ്യുന്ന ആരും ഇപ്പം എല്ലാവരും പറയാറുണ്ട് നീ എപ്പോഴും കാരണത്തല്ലേ, നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നത് ഞാൻ കാരണത്തിരിക്കുന്നുണ്ടാ. അല്ല, ഞാൻ നാട്ടിലിറങ്ങി എൻ്റെ കാര്യങ്ങളും പറഞ്ഞ് എൻ്റെ കാര്യം നോക്കി പോകുന്ന ഒരാളാണ്. 24 മണിക്കൂറും കക്കൂസും കുളിമുറി ഉണ്ടാക്കി കാറിൽ ഇരിക്കുന്ന ഒരാളൊന്നുമല്ലേ. മനസ്സിലായോ? അപ്പം പിന്നെ എല്ലാവരും എങ്ങനെയാണെന്നുള്ളത് തൊപ്പി ആദ്യം മനസ്സിലാക്കുക. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ പാറ്റേൺ ആണ്. നീ ലൈവ് ഇടുന്നു, നമ്മൾ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. ദാറ്റ്സ് ദ ഡിഫറൻസ്. അത്രേ ഉള്ളൂ. അതിന് എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല കേട്ടോ. വീഡിയോ ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് ചെയ്ത് എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. കാരണം ഞാനൊക്കെ ഇതേപോലെ കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളെന്തൊക്കെ പറയണം എന്നുള്ളത് നീ ഒന്ന് ഊഹിച്ച് നോക്ക്. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഗെയിം. അവിടെ അങ്ങനത്തെ ആകെ ഒരു സെൽഫ് റെസ്പെക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, ലൈൻ ഓഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുക എന്നൊക്കെ എനിക്ക് അതിനെ പറയാനുള്ളൂ തൊപ്പിനോട്. ഇത്ര വർഷങ്ങളായില്ലേ. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പി ഇങ്ങനെ ഒരാളെ പേടിക്കുക. തൊപ്പി ഇങ്ങനെ ഒരാളെ പേടിക്കാൻ മാത്രം ആരുടെ ഇത്?
ദാവൂദ് ഇബ്രാഹിമ. എനിക്ക് മനസ്സിലാവുന്നില്ല ആരെയും പേടിക്കുന്നത്. അതായത് ഒരു ഫ്രണ്ട്ഷിപ്പ് അപ്പം അങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ ഇതിന്ന് ഒരു കാര്യം ക്ലിയർ ആയേ, തൊപ്പിയുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലെ ദ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്യാങ്ങിൽ ഒരു ഫ്രണ്ട്, ആ ഫ്രണ്ട് ഭയങ്കര പവർഫുള്ളാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ അപ്പോൾ പലസ്തീനും ഇസ്രായേലിനെയും കുറിച്ചുള്ള സംസാരം ഉണ്ടായിട്ടുണ്ട്. അതുണ്ടായത് കൊണ്ടാണല്ലോ ആ വ്യക്തി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നും ഇങ്ങനെ തൊപ്പി ലൈവിലടക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ നിന്ന് ഭയങ്കര പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള റെസ്പോൺസ് വരും, അല്ലെങ്കിൽ അത് തൊപ്പി ഭയങ്കര മോശമായിട്ട് ബാധിക്കുന്നൊക്കെ തൊപ്പി പറയാൻ കാരണം. സോ ഇവർ തമ്മിൽ അതിനെക്കുറിച്ചുള്ള സംസാരം ഉണ്ടായിട്ടുണ്ട് പലസ്തീനും ഇസ്രായേലിനെയും കുറിച്ച്. ഓക്കെ, അന്ന് തൊപ്പീൻ്റെ സ്റ്റാൻഡിൽ പലസ്തീൻ്റെ സ്റ്റാൻഡ് പറഞ്ഞും കാണും, മനസ്സിലായോ? അപ്പോൾ അയാൾ എതിർത്ത് കാണും, പിന്നെ അയാളൊരു പ്രശ്നം വരും. പിന്നെ അയാളെന്താ ഇതിങ്ങനെ പറഞ്ഞ് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കൊങ്ങയ്ക്ക് പിടിച്ചിട്ട് പറടാ പലസ്തീൻ്റെ സപ്പോർട്ട് ഐ സപ്പോർട്ട് പലസ്തീൻ പറയടാന്ന് പറഞ്ഞ പോലെ ഈ ഫ്രണ്ട് കൊങ്ങയ്ക്ക് പിടിച്ചൊരു തൊപ്പിനോട് യു സപ്പോർട്ട് ഇസ്രായേൽ എന്ന് പറയാൻ പറഞ്ഞു. അല്ലെങ്കിൽ നീ എവിടെയെങ്കിലും ഇനി ഇങ്ങനെ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ സംസാരിച്ച് തീർത്ത് കളയെന്ന് പറഞ്ഞു. അവിടെ എനിക്ക് തോന്നുന്നത് ഇതെന്താണെങ്കിലും അത് കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ തൊപ്പി ഈ വീഡിയോൻ്റെ ഈ ക്ലിപ്പിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ലൈവിലിരുന്ന സമയത്ത് പെട്ടെന്ന് അത് വന്നപ്പോൾ എനിക്ക് പറയാൻ ഞാൻ പേടിച്ചു പോയി എന്ന് പറയുന്നത് ഫ്രണ്ടിനെ ആലോചിച്ചിട്ടാണ് ഇപ്പം പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, അതാണ് ഇഗ്നോർ ചെയ്തു തൊപ്പി അതിനെന്തോ ഒരു വൈബിൽ പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനിടയ്ക്ക് ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഫ്രണ്ട്, ആ ഫ്രണ്ട് ഒരു ഭീകരൻ, അതിനൊരു കഥ, എനിക്ക് ഇറലവൻ്റ് ആയിട്ടാണ് തോന്നിയത്. ജസ്റ്റ് അത് പറഞ്ഞു, അതൊരു ഇഗ്നോറൻസ് കൊണ്ട് പറ്റിപ്പോയി, മനസ്സിലായോ? അതൊരു നമ്മളെ ഭാഗത്ത് നിന്ന് അബദ്ധം പറ്റൂടെ, മനുഷ്യന്മാരല്ലേ, അബദ്ധം പറ്റും. അത് എൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയൊരു അബദ്ധമാണ്, എനിക്കതൊന്ന് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. ഐ സപ്പോർട്ട് പലസ്തീൻ എന്ന് പറഞ്ഞ് തീർക്കേണ്ട പരിപാടി ഇതിനകത്തുള്ളൂ. ഒരു മുസ്ലിമിന് ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം, വേറെ എല്ലാം പോട്ടെ, ഒരു മുസ്ലിമിനെ എങ്ങനെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? മുസ്ലിം എന്നുള്ളത് പോട്ടെ, കുട്ടികളെ കൊല്ലുന്ന ഒരു രാജ്യത്തിന് ഒരു സാധാരണ ഇൻഫ്ലുവൻസർ യൂട്യൂബർ ഈ സാധനമെല്ലാം പോട്ടെ, ഒരു നോർമൽ സാധാ ഡേ ടു ഡേ ജോബ് ചെയ്ത് നടക്കുന്ന ഒരാൾക്ക് സമ്മതിക്കാൻ പറ്റുമോ ഈ കുട്ടികളെ കൊല്ലുന്നത്? ഇല്ല. ഞാനെങ്ങനെ പിന്നെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം ഞാൻ കുട്ടികളെ കൊല്ലുന്നത് സപ്പോർട്ട് ചെയ്യുന്നതല്ലേ? ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ എന്താ പൊട്ടനാണ്? ഞാൻ ബുദ്ധിയില്ല എനിക്ക്. അതിനെ സപ്പോർട്ട് ചെയ്താൽ ഇത്രയും പ്രശ്നം വരുമെന്ന് എനിക്കറിയില്ലേ? ഞാനിത് സംസാരിക്കും, കഴിഞ്ഞ ലൈവിൽ ഞാൻ ഇതിൻ്റെ ഉത്തരം പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ലെവലെല്ലാം നിങ്ങളത് എടുക്കുകയെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല, മനസ്സിലാവും? പറയട്ടെ, ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല ഇന്നലെ മുതൽ. ഞാൻ ഉള്ള പോലെ അറിയാം, ഇന്നലെ മുതൽ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. കാരണം ഞാൻ ചെറുപ്പം മുതൽ ഞാനൊരു കാര്യം പറ്റേ, ഇപ്പം പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം ഇപ്പം പലസ്തീൻ്റെ ഇഷ്യൂ അറിയുന്നത് നീ 1-2 കൊല്ലത്തിനടുക്കുക, അല്ലെങ്കിൽ ഗാസക്ക് ശേഷമാണ് ഇവർ പലസ്തീൻ്റെ ഇഷ്യൂ അറിയുന്നത്. നമ്മൾ തന്നെ പറഞ്ഞാൽ ചെറുപ്പം മുതൽ ഉപ്പയും പഠിപ്പിക്കുന്ന പലസ്തീൻ പോലല്ല, പലസ്തീൻ എന്നുള്ള വാക്കല്ല ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഹാഷ്ടാഗ് വരുമ്പോൾ പലസ്തീൻ സപ്പോർട്ട് പലസ്തീൻ എന്നുണ്ട്. ഫലസ്തീൻ എന്നാണ് ഇതിനെ ശരിക്കും പറയാം, മനസ്സിലായി? ഇപ്പോൾ ചെറുപ്പത്തിൽ ദുആർക്കുമ്പോൾ നിസ്കരിച്ചതിന് ദുആർക്കുമ്പോൾ ഉപ്പയും പഠിപ്പിക്കുന്ന ഏത് ഫലസ്തീന് വേണ്ടി ദുആർക്കാൻ, മനസ്സിലാവും? നമ്മളെല്ലാം അങ്ങനെ പഠിച്ചിട്ട് വന്നതാണ്. ഓക്കെ, ഇപ്പോൾ പെട്ടെന്ന് ഒരു സ്ട്രീമിൽ പെട്ടെന്നൊരു ചോദ്യം വന്നപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആയി, ഞാൻ മണ്ടത്തരം എൻ്റെ വായിന്ന് വന്നുപോയി, ശരിയാണ്. ഓക്കെ, അതിന് റിയലി സോറി. അത് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ഞാൻ അങ്ങനെ ഒരു ഇസ്രായേൽ സപ്പോർട്ടറാണെന്ന് ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ചിന്തിച്ചു പോയെങ്കിൽ ഐ എം റിയലി സോറി. ഐ എം എ മുസ്ലിം, ഐ ഡോണ്ട് സപ്പോർട്ട് ഇസ്രായേൽ. ഓക്കെ, ഐ എം എ മുസ്ലിം, ഐ ഡോണ്ട് സപ്പോർട്ട് ഇസ്രായേൽ എന്നുള്ളതൊക്കെ എന്തോന്നറിയത് വീണ്ടും ഈ മതത്തിൻ്റെ ആസ്പെക്ട് ഇതിനകത്ത് കൊണ്ടുവരുന്നിരുന്നതുകൊണ്ട് എനിക്ക് പേഴ്സണലി താല്പര്യം. ഞാൻ വിടുന്നത് ഇത് എൻ്റെ പേഴ്സണൽ കോളാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഐ എം എ ഹ്യൂമൻ ബീങ്, ഐ ഡോണ്ട് സപ്പോർട്ട് ദിസ്, അത്ര മാത്രം മതി, മനസ്സിലായില്ല? അതിനിടയിൽ ഐ എം എ മുസ്ലിം, ഐ ഡോണ്ട് സപ്പോർട്ട് ഇസ്രായേൽ, ഐ എം എ മുസ്ലിം, ഐ സപ്പോർട്ട് മറ്റേ പലസ്തീൻ, അതിൻ്റെ കാര്യമൊന്നുമില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് ആസ് എ ഹ്യൂമൻ ബീങ് നിങ്ങൾക്ക് ആ ഒരു ക്രൂവാലിറ്റി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ദാറ്റ്സ് ഇറ്റ്, അത്ര മാത്രം മതി. അതിൽ കൂടുതൽ ഡെക്കറേഷനൊന്നും അതിൻ്റെ മുകളിലേക്ക് വേണമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഇനി അടുത്തത്, ചെറുപ്പം മുതൽ തൊപ്പിയെ വീട്ടുകാർ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കാം, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ആയിരിക്കണം തൊപ്പി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഴയ ലൈവ് മുതൽ കാണുന്ന ഒരാളാണ്. പണ്ട് മുതലേ തൊപ്പി ചില ഞാൻ പ്രതി ഫ്രീക്വൻ്റ് ആയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ഗസയ്ക്കും പലസ്തീനും വേണ്ടി സംസാരിച്ചിട്ടില്ലെങ്കിലും വിഷയങ്ങൾ വരുന്ന സമയത്ത് പോളിട്ടിട്ടും സംസാരിച്ചിട്ടുണ്ട്. ഏതോ ഒരു എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഏതോ ഒരു വട്ടം ഫണ്ട് ഗസയ്ക്ക് വേണ്ടി ഫണ്ട് കളക്ട് ചെയ്യുന്ന എന്തോ പരിപാടി അങ്ങനെ എന്തൊക്കെയോ ഒന്നും ഉണ്ടായതുപോലെ എൻ്റെ ഓർമ്മയിലുണ്ട്. പഴയ വീഡിയോസ് എങ്കിൽ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ തൊപ്പീൻ്റെ എനിക്ക് അയച്ചു തരണം. അതിനൊരു സംഗതി എൻ്റെ ഓർമ്മയിൽ കിടക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഈ പീസിലും തൊപ്പി പറഞ്ഞത് അത്രേ ഉള്ളൂ പരിപാടി. എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റി. ഞാൻ ആ ക്വസ്റ്റ്യൻ വന്ന സമയത്ത് അത് അത്ര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്തില്ല എന്നും അത് ഞാൻ ഇഗ്നോർ ചെയ്ത് വിട്ടു എന്നും, അല്ലെങ്കിൽ അതൊരു വലിയ സംഭവമായിട്ട് എടുത്തില്ല. അവർ വേറെ പരിപാടിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സമയത്താണ് ഈ ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ നമ്മളത് ആ രീതിയിൽ ഇത്ര പറഞ്ഞാൽ മതി,
ഞാൻ ആ ക്വസ്റ്റ്യൻ അത്ര കാഷ്വലായി എടുത്ത് അതിലൊരു പ്രോപ്പർ സ്റ്റാൻഡ് പറയാത്തത് എൻ്റെ പേഴ്സണൽ തെറ്റ്. ഞാനത് തിരുത്തുന്നു. ഐ സപ്പോർട്ട് പലസ്തീൻ ആണെങ്കിൽ ഐ സപ്പോർട്ട് പലസ്തീൻ, ഐ സപ്പോർട്ട് ഇസ്രായേൽ ആണെങ്കിൽ എന്താണ് സ്റ്റാൻഡ് എന്നുള്ളത് പറഞ്ഞിട്ട് പോയാൽ മതി. അതിന് പകരം ഒരു ഫ്രണ്ട്, അത് കൊടൂര ഭീകരൻ, ആ ഭീകരനായ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്ഷിപ്പ് പോകുന്ന പേടിയാണ്, അയാളൊരു പവർഫുൾ പേഴ്സണാണ്, അയാൾ ഇന്നെ പല രീതിക്ക് ചെയ്യും. ഇതാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കിയത്. ഈ കൺഫ്യൂഷൻ കൊണ്ടാണ് വീഡിയോ ചെയ്ത പലരും നീ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടല്ലേ, നീ ലൈക്കിന് വേണ്ടിയിട്ടല്ലേ. അതേപോലെ തൊപ്പി പറഞ്ഞ ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, പലസ്തീനെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഒരാളെ പിന്നാലെ ആരെങ്കിലും കൂടിക്കഴിഞ്ഞാൽ അവർ അടുത്ത എന്താ പറയുക, ഈ കുട്ടികളെ കൊല്ലുന്ന രാജ്യത്തിനെയാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? ഇസ്രായേലിനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ അത് ചോദിക്കും. ഇനി പലസ്തീനെ സപ്പോർട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ഇതിൽ പ്രോപ്പർ കാര്യം പറയാത്ത ഒരാളോട്, എടേ കുട്ടികൾ മാത്രമല്ല അവിടെ മരിച്ചു വീഴുന്നത്, ഇന്നസെൻ്റ് ആയിട്ടുള്ള എല്ലാ മനുഷ്യജീവനും, അത് കുട്ടിയെന്നില്ല, സ്ത്രീന്നില്ല, പുരുഷനെന്നില്ല, അങ്ങനെ ഇന്നസെൻ്റ് ആയിട്ടുള്ള എല്ലാ മനുഷ്യജീവനും അവിടെയുള്ള മൃഗങ്ങളും അടക്കം എല്ലാവരും, ഇന്നസെൻ്റ് ആയിട്ടുള്ള എല്ലാവരും മരിച്ചു വീഴുന്നുണ്ട് അവിടെ, ഇല്ലേ? എല്ലാവരെയും കൊന്നൊടുക്കുന്നുണ്ട്. ഇതെന്തിനാ നിങ്ങളൊരു മതത്തിൻ്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിക്കൊടുക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികളെ കൊല്ലുന്ന ഒരു ഇതിലേക്ക് ജീവനേ ഇല്ലാതാവണം അവിടെ, ജീവനേ ഇല്ലാതെ ഞാൻ പറയും ഇത്രയും രാജ്യങ്ങളുണ്ടല്ലോ, ഇല്ലേ? എത്രയോ രാജ്യങ്ങളുണ്ട്, പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട്. ഇസ്രായേലിനെ നിലക്കി നിർത്താൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ പൊളിറ്റിക്സ് ഉണ്ട്. എല്ലാ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള പൊളിറ്റിക്സ് കയ്യിൽ വെച്ച് മുന്നോട്ട് നോക്കിയിട്ട് വേണം അവർ നടക്കുന്നത്. നമ്മളെ കേരളത്തിലേക്ക് വരുമ്പോഴാണ് ഈ പലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂ, വേറെ എനിക്കറിയില്ല ഏതൊക്കെ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലത്തോ ഇത്രത്തോളം ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ നടക്കുന്നുണ്ടെന്നോ. ഇതിൻ്റെ പേരിൽ ഫ്രണ്ട്സ് തെറ്റുക, പരസ്പരം വീട്ടിനകത്ത് തന്നെ ആൾക്കാർ മിണ്ടാതിരിക്കുക, പരസ്പരം അയൽവക്കത്തുള്ളവർ മിണ്ടാതിരിക്കുക, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമേ നടക്കുന്നുണ്ടാവുള്ളൂ. ആസ് എ ഹ്യൂമൻ ബീങ് എനിക്കും ഭയങ്കര സങ്കടമുണ്ട്, ഭയങ്കരമായിട്ടുള്ള ദേഷ്യമുണ്ട് ഈ പ്രവൃത്തി ഇസ്രായേൽ പലസ്തീനോട് ചെയ്യുന്നതിന്. മനസ്സിലായില്ലേ? അത് നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലെങ്കിൽ നമുക്ക് വരൂടെ ആ ഫീലിങ്, ഒരു രാജ്യത്തിനെ അങ്ങോട്ട് ഇല്ലാതാക്കുന്ന കാണുമ്പോൾ നമുക്ക് വരും. പക്ഷെ അത് വിചാരിച്ചിട്ട് ഇവിടെ വൻ തല്ലാണ്, ഇവിടെ അടിയാണ്, ഇവിടെ എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിൽ ഭയങ്കര കച്ചറ. അതും ഈ പറഞ്ഞ പോലെ ജെന്യുവിനായിട്ട് പലസ്തീന് വേണ്ടിയും ഗസയ്ക്ക് വേണ്ടിയും സംസാരിക്കുന്നവരെ നമുക്ക് വേറെ തിരിച്ചറിയാൻ പറ്റും. അല്ലാതെ അതിന്ന് കുറേ വ്യൂ ഉണ്ടാക്കാനും അതിന്ന് കുറേ ഫോളോവേഴ്സിന് ഉണ്ടാക്കാനും നടക്കുന്നവരും ഇതിനകത്തുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എന്താ അറിയുമോ, ഇപ്പം ഇതേപോലെ തൊപ്പിയുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഇഗ്നോറൻസ് ഉണ്ട്, അതിൻ്റെ മുകളിൽ ക്യാഷൻ ചെയ്യാൻ നടക്കുന്ന ആളുകളാണ് ചെന്നിട്ട് ഈ മുസ്ലിം അല്ലേ, ഈ പറഞ്ഞേ പറ്റൂ പലസ്തീനെ സപ്പോർട്ട് ചെയ്യണമെന്ന്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇൻബോക്സിൽ പോയി ഇട്ട് കൊടുക്കും. ഇത് ഭയങ്കര മതപരമായിട്ടും അല്ലെങ്കിൽ ആ ആസ്പെക്റ്റിലാണ് കൊണ്ടുപോകുമാർ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരാളുടെ പേഴ്സണൽ താല്പര്യമാണ് അയാൾ ആരെ സപ്പോർട്ട് ചെയ്യണം, എന്ത് സ്റ്റാൻഡ് എടുക്കണം എന്നുള്ളത്. ഇനി അയാൾക്ക് ഒരു സ്റ്റാൻഡ് എടുക്കാൻ താല്പര്യമില്ലേ, നിങ്ങൾ പോയിട്ട് അയാളുടെ സ്റ്റാൻഡ് എടുക്കുക കുത്തിയിട്ടും കാര്യമില്ല. മനസ്സിലായല്ലോ? അയാളുടെ ഇഷ്ടമാണ്, അയാളുടെ താല്പര്യമാണ്. ഇന്നിപ്പോൾ തൊപ്പി വന്നിട്ട് പ്രോപ്പറായിട്ട് എന്ത് പറഞ്ഞു, അയാളുടെ സ്റ്റാൻഡ് പറഞ്ഞു. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് ഈ ടോപ്പിക്ക് നിങ്ങൾ വിടുക എന്നുള്ളതേ പറയാനുള്ളൂ. കാരണം ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഇന്നലെ 1-2 ദിവസമായിട്ട് അത്യാവശ്യം യൂട്യൂബേഴ്സ്, അതായത് സ്ഥിരം ഇതേപോലെ അരിക്ക് വേണ്ടി കണ്ടന്റ് ചെയ്യുന്നവർ മാത്രമാണ് ഇതൊരു ടോപ്പിക്കാക്കിയത്. ഇപ്പോൾ അരിക്കല്ല, പടച്ചവന് വേണ്ടി കണ്ടന്റ് ചെയ്യുന്നവർ ഇത് ടോപ്പിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ആരെക്കുറിച്ചൊന്നും മനസ്സിലായല്ലോ. തൊപ്പിയിട്ട ടീംസ് ഇറങ്ങിയിട്ടുണ്ട്, കുറേ ആൾക്കാർ BGM ഇട്ടിട്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറച്ച് ദിവസം കത്തിക്കായിരിക്കും. തൊപ്പി എന്താണെങ്കിൽ ഇന്നലെ പറയാനുള്ളത് പറഞ്ഞു തീർത്തിട്ടുണ്ട്. ചെക്കൻ്റെ ഭാഗത്തു നിന്ന് പറ്റിയൊരു മിസ്റ്റേക്ക് അവൻ ആക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ നിങ്ങളെല്ലാവരും കൂടി ഇനി അവനെ കുരിശി കയറ്റിയിട്ട് നീ കുട്ടികളെ കൊല്ലുന്ന രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവനാണോ, നീ 10 ഫോളോവേഴ്സിന് വേണ്ടിയിട്ടാണോ, നീ പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ? അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഇതേപോലെ പൈസയ്ക്ക് വേണ്ടിയിട്ടും ഓഡിയൻസിന് വേണ്ടിയിട്ടും റീച്ചിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ്, ചാരിറ്റിക്ക് വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. പടച്ചോൻ്റെ ഇന്ന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു കുതിരത്ത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ചെയ്ത് 4 ആളെ നന്നാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോ ഇട്ട് നടക്കുന്നൊന്നും അല്ലല്ലോ. എല്ലാവരും ഒക്കെ അതിനൊക്കെ വേണ്ടി റെക്കഗ്നിഷന് വേണ്ടിയിട്ടും മോണിറ്ററി ബെനിഫിറ്റിനൊക്കെ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. മനസ്സിലായില്ലേ? പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. നമ്മളൊക്കെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു റിയലൈസേഷൻ വന്നോട്ടെ, സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരികയാണെങ്കിൽ വന്നോട്ടെ. നമ്മളെ അഭിപ്രായം 10 ആൾ കേൾക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ വേറെ എന്തെങ്കിലും പുതിയൊരു അഭിപ്രായം ഒരാളതോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത ഒരു ആസ്പെക്റ്റ് ഒരാളത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ബെറ്റർ ആയിരിക്കും ചിന്തിക്കുന്നതും അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. മനസ്സിലായില്ലേ? അതായത് എല്ലാവർക്കും കൂടി ഇടിച്ചു കുത്തി കുരിശ് കയറ്റേണ്ട കാര്യമൊന്നും ഇതിനകത്തില്ല. ആ ചെക്കൻ വന്നിട്ട് അവൻ്റെ കാര്യം പറഞ്ഞ് അവന് തെറ്റ് പറ്റിയതും അവൻ സമ്മതിച്ചിട്ടുണ്ട്. ഫൈൻ. പക്ഷെ കഥ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല തൊപ്പീൻ്റെ ദ പവർഫുൾ ഹെഞ്ച്മാൻ, ഏതോ ഒരു സൂപ്പർ ഗുണ്ട ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ ഇവനെ തീർത്ത് അല്ലെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ആ ബന്ധം പോകുന്നൊക്കെ ഉള്ളത്
ഐ ഡോണ്ട് ബിലീവ്. എനിക്കത് വിശ്വാസം വരുന്നില്ല എനിക്ക് ആ കഥ.